നിലമ്പൂരിൽ നിന്നുള്ള ഇടതുപക്ഷ സ്വതന്ത്ര MLA ആയിട്ടുള്ള PV അൻവർ CPIM-നെതിരെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും ഗുരുതര ആരോപണം നടത്തുമ്പോൾ അത് കണ്ടില്ല എന്ന് നടിക്കാൻ ആർക്കും കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇക്കാലം അത്രയും PV അൻവർ ഇടതുപക്ഷ സഹയാത്രികനായി മുന്നോട്ട് പോവുകയും അവസാന നാളുകളിൽ ഇടതുപക്ഷത്തിനെതിരെ ഒരു തിരുത്തൽ ശക്തിയായി മാറും എന്ന് ഇവരാരും തന്നെ പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. മുഖ്യമന്ത്രി തന്നെ PV അൻവറിനെ തള്ളിപ്പറയുകയും നിരവധിയായ സാഹചര്യങ്ങളിൽ അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് പത്രസമ്മേളനം നടത്തി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ PV അൻവറിന് എതിരാണ് എന്ന് വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതിലെടുത്തു പറയേണ്ടത് ADGP അജിത് കുമാർ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ശശിക്കെതിരെയുള്ള ആരോപണം കടുപ്പിച്ച് PV അൻവർ പറഞ്ഞ ചില കാര്യങ്ങൾ ഇടതുപക്ഷത്തെ എത്രമാത്രം പ്രതിസന്ധിയിലാക്കി എന്നുള്ളത് വളരെ വിവരിച്ച് തന്നെ പറയാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. PV അൻവർ മുസ്ലിം ലീഗിലേക്ക് പോകുമെന്നും നിലമ്പൂരിൽ മുസ്ലിം ലീഗ് സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് എന്നും ഉള്ള വാർത്ത വരുമ്പോൾ PV അൻവർ തൽക്കാലം ആ രീതിയിലേക്ക് പോകുന്നില്ല എന്ന വാർത്തയും വരുന്നുണ്ട്. അദ്ദേഹം പോയാലും പോയില്ലെങ്കിലും ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഇടതുപക്ഷത്തിന് അരക്കില്ലം ഒരുക്കി വെച്ചാണ് PV അൻവറിൻ്റെ ഇപ്പോഴത്തെ നിൽപ്പ്. ആ അരക്കില്ലത്തിൽ വെന്തുരുകുകയാണ് സത്യത്തിൽ CPIM-ൻ്റെ നിലവിലുള്ള സാഹചര്യം എത്രമാത്രം കഠിനമാണ് എന്ന് മനസ്സിലാക്കാൻ മുഖ്യമന്ത്രി കൃത്യമായി ഗതികേടിൽ നിൽക്കുന്ന ഈ ഒരു അവസ്ഥയെ ചൂണ്ടിക്കാട്ടിയാൽ മാത്രം മതിയാകും. സാധാരണയായി CPIM തങ്ങളുടെ ശത്രുക്കളെ കൈകാര്യം ചെയ്യുന്ന രീതി എങ്ങനെയാണെന്നുള്ളത് ചരിത്രം പരിശോധിച്ചാൽ അറിയാവുന്ന കാര്യം തന്നെയാണ്. CPIM-മായി ഏറെ നാൾ കൂടെ നിന്ന് പ്രവർത്തിച്ചിട്ട് ഒരു സുപ്രഭാതത്തിൽ സ്വന്തം ഇഷ്ടത്തിന് പ്രവർത്തനം ആരംഭിച്ച് മറ്റൊരു പാർട്ടി ഉണ്ടാക്കിയതിൻ്റെ പേരിൽ അനുഭവിക്കേണ്ടി വന്നതും ഒടുക്കം അദ്ദേഹത്തിൻ്റെ അന്ത്യം എങ്ങനെയായിരുന്നു എന്നുള്ളതും കൃത്യമായി മനസ്സിലാക്കാൻ TPയുടെ ഉദാഹരണം മാത്രം മതിയാകും. TP ചന്ദ്രശേഖരനെ വികൃതമാകുന്ന രീതിയിൽ, അതായത് മനസ്സിലാക്കാൻ പോലും കഴിയാത്ത രീതിയിൽ 51 വെട്ടുകൾ വെട്ടി അവസാനിപ്പിക്കുമ്പോൾ വാസ്തവത്തിൽ എത്രത്തോളം പൈശാചികമാണ് ആ പാർട്ടിയുടെ പ്രവർത്തനം എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. അതൊക്കെ കൊണ്ട് തന്നെയാണ്, ആ ഉദാഹരണങ്ങളൊക്കെ മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് PV അൻവർ തനിക്ക് സുരക്ഷ വേണം എന്ന് കൃത്യമായി പോലീസിനോട് പറഞ്ഞത്. താനും തൻ്റെ കുടുംബവും വലിയ രീതിയിൽ ഭീഷണിയിൽ കഴിയുകയാണ്. ആ ഭീഷണിയുടെ മറ നീക്കി പുറത്തു വരണമെങ്കിൽ കൃത്യമായും സുരക്ഷ എല്ലാ തരത്തിലും തനിക്ക് വേണം എന്ന് അതുകൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. CPIM ഇപ്പോൾ PV അൻവറിനെ നോട്ടപ്പുള്ളിയാക്കി വെച്ചിരിക്കുന്നു എന്നുള്ളത് കൃത്യമായി തന്നെ പറയാൻ കഴിയുന്നതാണ്.